പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് അറബിക് ലിറ്ററേച്ചറിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അജിബ് അൻ അഷ്റത്തിൻ അനിൽ അസ്ഇലത്തിൽ ആതിയത്തി ഫി കലിമത്തിൻ ഔ കലിമത്തൈനി യഹ്മിലു കുല്ല വാഹിദിൻ മിൻഹ അലാമത്തൻ വാഹിദ. ശേഷം പറഞ്ഞ പദങ്ങളിൽ നിന്ന് 10 എണ്ണത്തിന് ഉത്തരം നൽകുക. എല്ലാത്തിനും ഒരു മാർക്ക്. ഒന്നാമത്തെ ചോദ്യം, മാ ഹുവ അഷ്ഹറു അസ്വാഖുൽ അറബി ഫിൽ അസ്രിൽ ജാഹിലിയ. ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളുടെ ചന്തകളിൽ, കമ്പോളങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായത് ഏത്? ആൻസർ സൂഖ് ഉഖാൽ. ഉഖാൽ ചന്ത, ഉഖാൽ കമ്പോളമാണ് ജാഹിലിയ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധമായ കമ്പോളം. ഇനി രണ്ടാമത്തെ ചോദ്യം, റഹിമല്ലാഹു ഖുസ്സൻ ഇന്നീല അർജു യൗമൽ ഖിയാമത്തി അൻ യബഅസ ഉമ്മത്തൻ വാഹിദ മൻ ഖാല ഹാദ. ഖുസ്സിന് അല്ലാഹു തആല കരുണ ചെയ്യട്ടെ, ഇന്നീല അർജു യൗമൽ ഖിയാമത്തി അൻ യബഅസ ഉമ്മത്തൻ വാഹിദ, ഖിയാമത്ത് നാളിൽ അദ്ദേഹത്തെ ഒറ്റ ജനതയായിട്ട് ഉയർത്തപ്പെടുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മൻ ഖാല ഹാദ, ഇത് ആരാണ് പറഞ്ഞത്? ഇത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇങ്ങനെ പറഞ്ഞത്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, മൻ കാന അഷ്ഹറു ശുഅറാഇൽ ഹിക്മത്തി ഫിൽ അസ്രിൽ ജാഹിലി. ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിലെ, ജാഹിലിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തരായ ജ്ഞാനകവികൾ ആരായിരുന്നു? ആൻസർ സുഹൈർ ബിൻ അബി സൽമ വ അക്സമ ബിൻ സൈഫി. അടുത്ത നാലാമത്തെ ചോദ്യം, മാ ഹുവ അവ്വലു കിതാബിൻ ദൂന ഫിൽ ലുഗത്തിൽ അറബിയ. അറബി ഭാഷയിൽ ആദ്യമായി എഴുതിയ പുസ്തകം ഏതാണ്? ആൻസർ കിതാബുൽ ഐൻ എന്നാണ് കേട്ടോ. അൽ ഖലീൽ ഇബ്ൻ അഹമ്മദ് അൽ ഫറാഹിദി എഴുതിയ കിതാബുൽ ഐൻ എന്നുള്ളതാണ് ആൻസർ. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, മൻ ഹുവ ഷാഇറുൽ മുഖ്ളറം അല്ലദി ആശ 60 ആമൻ ഫിൽ ജാഹിലിയ വ മസലഹ ഫിൽ ഇസ്ലാം. ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിക കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന 60 വയസ്സുള്ള മുഖ്ളറം ഷാഇർ ആരായിരുന്നു എന്നാണ് ചോദ്യം. ആൻസർ ഹസ്സാൻ ബിൻ സാബിത്ത്, ലബീദ് ബിൻ റബിയ. ആറാമത്തെ ചോദ്യം, മൻ ഹുവ ഷെയ്ഖുൽ കിതാബുൽ അവായിൽ ഉസ്താദ് ഫന്നി കിതാബത്തിൽ റസായിൽ. കിതാബുൽ അവായിൽ എന്ന ഷെയ്ഖ് ഏതാണ്? അതേപോലെ ഉസ്താദ് ഫന്നി കിതാബുൽ റസായിൽ, റസായിൽ എന്ന കിതാബിൻ്റെ ഫന്നിൻ്റെ ഉസ്താദ് ആരാണ്? അപ്പം ആൻസർ ഇതാണ്, അബ്ദുൽ ഹമീദ് ബിൻ യഹ്യൽ കാത്തിബാണ്. അബ്ദുൽ ഹമീദ് കബീർ എന്നറിയപ്പെടുന്ന അബ്ദുൽ ഹമീദ് ബിൻ യഹ്യൽ കാത്തിബാണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, ഉദ്കുർ വാഹിദ മിൻ ശുഅറാഇ നഖായിൽ. നഖായിലിലെ കവികളിൽപ്പെട്ട ഒരാളുടെ പേര് പറയുക. ആൻസർ ജരീർ അല്ലെങ്കിൽ ഫറസ്ദഖ്. അടുത്ത എട്ടാമത്തെ ചോദ്യം, മൻ ഹുവ സാഹിബുൽ ഖുത്ബത്തുൽ ബദറാ. പെട്ര പ്രസംഗത്തിൻ്റെ രചയിതാവ് ആരാണ്? ആൻസർ സിയാദ് ബിൻ അബി. ഒമ്പതാമത്തെ ചോദ്യം, കൈഫ ഇർതബിത്തു കിതാബ് കലീല വ ദിംല ബിൽ ഹിന്ദ്. കലീല വ ദിംല എന്ന കിതാബ് ഇന്ത്യയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. അത് നമുക്ക് പറയാം, കിതാബ് ഫി അസ്ലിഹി ഹിന്ദി, കാരണം അത് അടിസ്ഥാനപരമായി ഇന്ത്യയിൽ രചിച്ച കിതാബാണ്. നമുക്കറിയാം പഞ്ചതന്ത്ര കഥകൾ, അൽ ഫസൂലുൽ ഖംസ എന്ന് പറയും അറബിയിൽ. അൽ ഫസൂലുൽ ഖംസ, പഞ്ചതന്ത്ര കഥകൾ. അതിൽ നിന്ന് അതിൻ്റെ മൊഴിമാറ്റം ചെയ്തതാണ് എന്ത്? കലീല വ ദിംല. അടുത്ത പത്താമത്തെ ചോദ്യം, മൻ ഹുവ ഷാഇറുൽ മുലഖബു ബി റഹീനുൽ മുഹ്ബിസീൻ. റഹീനുൽ മുഹ്ബിസീൻ എന്ന ലഖബ് അലമുള്ള ഷാഇർ ഏതാണ്? സ്ഥാനപ്പേരുള്ള കവി ആരാണ്?
ആൻസർ അബുൽ അലാ ഇൽ മാരി. അബുൽ അലാ ഇൽ മാരി എന്ന ആരിയാണ് റഹീനുൽ മുഹ്ബിസീൻ എന്ന ലഖബ അലമുള്ള സ്ഥാനപ്പേരുള്ള കവി. അടുത്ത 11ാമത്തെ ചോദ്യം, മൻ അല്ലഫ കിതാബുൽ ആഖദിൽ ഫരീദ്. ആഖദുൽ ഫരീദ് എന്ന കിതാബ് രചിച്ചത് ആരാണ്? ആൻസർ ഇബ്നു അബ്ദ് റബ്ബിഹിൽ ഇൻദലീസിയാണ് ആഖദുൽ ഫരീദ് എന്ന കിതാബ് രചിച്ചത്. അടുത്ത 12ാമത്തെ ചോദ്യം, മാഹിയ ലഖബ് ഹാഫിദ് ഇബ്രാഹിം. ഹാഫിദ് ഇബ്രാഹിമിൻ്റെ വിളിപ്പേരെന്താണ്? ലഖബ് അലം എന്താണ്? അപ്പോൾ ഷാഇറുൻ നൈൽ, നെയിലിൻ്റെ കവി എന്നാണ് ഹാഫിദ് ഇബ്രാഹിമിൻ്റെ വിളിപ്പേര്. അടുത്ത 13ാമത്തെ ചോദ്യം, അവ്വലു ഖസീദത്തിൻ ശഅരിയത്തിൻ ഹറത്തിൻ ഫിൽ ഷഅരിൽ അറബി. അറബി ഗദ്യത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ അറബി കവിത ഏതാണ്? ആൻസർ ഖുസ്സബിന് സഈദയുടെ പ്രഭാഷണമാണ്. ഖുസ്സബിന് സഈദയുടെ ഖിത്ബത്തു ഖുസ്സബിന് സഈദ. ഇനി 14ാമത്തെ ചോദ്യം, ഹസല നജീബ് മഹ്ഫൂദ് ജായിസത്തൻ നോബൽ ലിആം. നജീബ് മഹ്ഫൂദിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണെന്നാണ്? വർഷം 1988. അടുത്ത 15ാമത്തെ ചോദ്യം, അവ്വൽ റിവായത്തിൽ ഫനിയത്തിൽ അറബിയ. അപ്പോൾ അറബി ഭാഷയിൽ രചിച്ച ആദ്യത്തെ നോവൽ ഏതാണെന്നാണ്? അപ്പോൾ ആൻസർ 1914 ഹുസൈൻ ഹൈക്കൽ, മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിൻ്റെ സൈനബ് എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഇൻഷാല്ലാ സെക്ഷൻ ബി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം ഇൻഷാല്ലാ. ഇതിൻ്റെ ആൻസർ കീ വാട്സപ്പ് ചാനൽ വരുന്നതായിരിക്കും. എല്ലാവരും ആ കമൻറ്റ് ബോക്സിൽ വരുന്ന വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ്.